എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളുടെ മനസ്സിന്റെ സങ്കടം മാറ്റാനായിട്ട് ഗിരിദേവൻ ശ്രമിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ ഒരു പാർട്ടി, ബർത്ത്ഡേ പാർട്ടി ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാന്നറിയാവോ? അത് ഉണ്ണിമോൾക്കുള്ള സെന്റ് ഓഫ് പാർട്ടി അല്ല ആന്നല്ലേ ഉണ്ണിമോള് പറഞ്ഞേ. അതല്ല ഉണ്ണിമോളെ, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ഉണ്ണിമോളുടെ മനസ്സിന് ചില വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയേക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ലെന്ന് പറയാം. ഇത് കേട്ടത് മാരാർമാഷ് പറഞ്ഞു, ശരിയാ ഗിരിദേവൻ പറഞ്ഞേ, മീനാക്ഷിയുടെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒത്തുകൂടിയെന്ന് പറയണം. ആ സമയത്ത് അനസൂയ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയായിരിക്കും, പക്ഷേങ്കിൽ എനിക്ക് ഉണ്ണിമോളെയും കൊണ്ട് കാവിൽ വരെ ഒന്ന് പോണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗിരിദേവൻ ചോദിച്ചു, അല്ല ഇപ്പൊ തന്നെ പോണോ കാവിലെന്ന് ചോദിക്കാം. എനിക്ക് പോണം, കാരണം പരദേവതകളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ നല്ലത് മാത്രം സംഭവിക്കുള്ളൂന്നാ. അങ്ങനെയാണെങ്കിൽ പരദേവതകളുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് ഉണ്ണിമോളെ പെട്ടെന്ന് ഞാൻ തിരികെ കൊണ്ടുവരാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വനമാലി പറഞ്ഞു, അല്ല ഇന്ന് തന്നെ പോണമെന്നുണ്ടോ, നാളെ പോയാൽ പോരേന്ന് ചോദിക്കാം. വേണ്ട, ഇന്ന് തന്നെ പോണം. ഒരു പക്ഷെ നാളെ ഇനിയിപ്പം പോകാൻ പറ്റിയില്ലെങ്കിലോ, നാളെ ഉണ്ണിമോൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേന്ന് ചോദിക്കാം. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. പെട്ടെന്ന് വിനോദ് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കണം അനസൂയനെ. പെട്ടെന്ന് അനസൂയ പറഞ്ഞു, അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞേ, ഉണ്ണിമോളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞ, അതുകൊണ്ട് പോയി പ്രാർത്ഥിക്കുവാണെങ്കിൽ ഉണ്ണിമോളുടെ ജീവൻ തിരികെ കിട്ടും. കാരണം പരദേവതകളുടെ അടുത്ത് പ്രാർത്ഥിക്കുവാണെങ്കിൽ പരദേവതകളുടെ കൈവിടലെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെന്ന് പറയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യട്ടെ, ഉണ്ണിമോള് പോയിട്ട് വരാൻ പറയാണ്. അങ്ങനെ അനസൂയ ഉണ്ണിമോളുടെ കൈയെ പിടിച്ചിട്ട് പറഞ്ഞു, ബാ മോളെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാ. ആ സമയം അഭിജിത്ത് പറഞ്ഞു, ദേ മീനാക്ഷിക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല, കാരണം മീനാക്ഷിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ നന്ദനെ ദിവ്യൊക്കെ പറഞ്ഞു, ശരിയാ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്കൊക്കെ സമർപ്പിച്ച, അതുകൊണ്ട് ഉറപ്പായിട്ടും മീനാക്ഷിക്ക് ഒരു ആപത്ത് സംഭവിക്കില്ലെന്ന് പറയാം. മാരാർമാഷിനും രാധ ടീച്ചർക്കും എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു. കാരണം ഉണ്ണിമോൾക്ക് ഒരു പോറല് പോലും സംഭവിക്കില്ല. ഈ പറഞ്ഞത് അഭിജിത്തിനെ ആണെങ്കിലും അവരെയൊക്കെ പല ആപത്ത് ഘട്ടങ്ങളിൽ നിന്നും രക്ഷിച്ചാണ് ഉണ്ണിമോള്. അപ്പൊ അവർക്കൊക്കെ ആ നന്ദിയും കടപ്പാടും ഉണ്ട്. ഉണ്ണിമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം അൻസിയ ഉണ്ണിമോളെയും കൊണ്ട് നേരെ സർപ്പക്കാവിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് വിളക്ക് കൊളുത്താണ്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് അനസൂയ പറഞ്ഞു, എന്റെ ചെറുതിലേ മുതൽ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഞാൻ പരദേവതകളോട് പറയാറുണ്ട്. എനിക്ക് എന്ത് ആപത്ത് വന്നാലും പരദേവതകൾ അതെല്ലാം കേട്ട് എനിക്ക് ഉത്തരം തരുന്ന, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന കുറെ ആൾക്കാർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ മോൾക്ക് ഒരാപത്ത് സംഭവിക്കില്ലെന്ന്. മോള് നന്നായിട്ട് മനോരുവി പ്രാർത്ഥിച്ചോളാൻ പറയണം. ഉണ്ണിമോള് പ്രാർത്ഥിച്ചു. അങ്ങനെ വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അനസൂയ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റുവാണ്. അനസൂയ പറഞ്ഞു, അയ്യോ നിവേദ്യം വെക്കുന്നതിനോടൊപ്പം എന്തെങ്കിലും പൊന്നും കൂടെ വെക്കണമല്ലോ എന്ന് പറയണേ. പൊന്നു വെക്കാനോ? അതെന്തിനമ്മ അങ്ങനെ? ഈ പൊന്നു വെച്ചുള്ള നിവേദ്യം കൊടുക്കണമെന്ന് പറയും. അതെന്താ നിവേദ്യം അങ്ങനെ? അത് പൊന്നു നിവേദ്യം എന്ന് പറയും. ഞാൻ നിവേദ്യത്തോടൊപ്പം പൊന്നും കൂടെ കൊടുക്കാമെന്ന് ഞാൻ പരദേവതയോട് പറഞ്ഞു കഴിഞ്ഞെന്ന് പറയാം. അയ്യോ അതിനിപ്പോൾ എന്ത് ചെയ്യും? അതെ ഉണ്ണിമോൾക്കറിയാലോ, എൻ്റെ ഈ ദേഹത്ത് കിടക്കുന്ന താലിയല്ലാതെ വേറൊന്നും സ്വർണ്ണമായിട്ടില്ല. എല്ലാം അച്ഛൻ്റെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടേ പണയം വെച്ചാണ്. ഇപ്പൊ ഒന്നുമില്ല, ആകെപ്പാടെ സ്വർണ്ണമായിട്ടുള്ള ഈ താലി മാത്രമേ ഉള്ളൂ. ഈ താലി എനിക്ക് അഴിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഉണ്ണിമോള് പറഞ്ഞു, അത് ശരിയാണല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും അമ്മേ? അല്ല പൊന്നു നിവേദ്യം വെച്ച് പ്രാർത്ഥിക്കണമെന്നില്ല, അല്ലാതെ പ്രാർത്ഥിച്ചാൽ മതി അമ്മയെന്ന് പറയാം. അത് പറ്റില്ല. പെട്ടെന്നാണ് അനസൂയ അങ്ങനെ ഓർത്തെടുക്കുന്ന പോലെ ഉണ്ണിമോളുടെ കൈവിരലിലേക്ക് നോക്കുന്നത്. അല്ല ഉണ്ണിമോളുടെ ഈ വിരലിൽ കിടക്കുന്ന മോതിരം ആ സ്വർണ്ണമാണെന്ന് ചോദിക്കാം. അതെനിക്കറിയില്ലമ്മേ, ഗിരിദേവൻ പറഞ്ഞു സ്വർണത്തിനേക്കാളും വിലയുണ്ടെന്നാ പറഞ്ഞേ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, മോൾ ആ മോതിരം കൂടെ ഉരുത്താം, നമുക്കതിവിടെ വെച്ച് പ്രാർത്ഥിക്കാന്ന് പറയണം. പരദേവതകൾക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് ഉണ്ണിമോളെ കാര്യം ഓർത്തെ. ഗിരിദേവൻ പറഞ്ഞ കാര്യം, ഈ മോതിരം ഒരു കാരണവശാലും ഊരില്ല. നിന്റെ ജീവന്റെ വിലയുണ്ട് ഈ മോതിരത്തിന്, അത് ഊരിക്കഴിഞ്ഞാൽ നിന്റെ ജീവൻ ആപത്താന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഉണ്ണിമോള് പറഞ്ഞു. അത് പറ്റില്ലമ്മേന്ന് പറയണം. അതെന്താ? ഇതെന്നോട് ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ട് ഊരില്ലെന്ന്, അതുകൊണ്ട് ഞാനിത് ഊരില്ല എന്ന് പറയണം. അതെന്താ മോളെ അങ്ങനെ പറയണേ? മോളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വന്നേ, നമ്മൾ പരദേവതകളുടെ അടുത്തല്ലേ പ്രാർത്ഥിക്കുന്നത്, പിന്നെ എന്താ മോൾ ഇങ്ങോട്ടാട്ട്, മോൾക്ക് ഒരാപത്തും വരില്ല എന്ന് പറയണം. ഇല്ലമ്മേ, ഞാനിത് എങ്ങനെയാ തരുന്നേ? ഞാനിത് തന്നിട്ടുണ്ടെങ്കിൽ ഗിരിദേവൻ പറഞ്ഞ കാര്യം അപ്പൊ ഞാൻ ധിക്കരിക്കുന്നതിന് തുല്യമല്ലേ, എനിക്ക് തരാൻ പറ്റില്ലെന്ന് പറയണം. അങ്ങനെ പറയരുത് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അനസൂയ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം വനമാലി ഗിരിദേവനും കൂടെ കണ്ടുമുട്ടുകയാണ്. വനമാലി ഗിരിദേവനോട് ചോദിച്ചു, അല്ല ഉണ്ണിമോള് ആ മോതിരം ഊരി കൊടുക്കുവോ? ഒരു പക്ഷേങ്കിലും മാതാവിന്റെ മുന്നിലാണോ, അതോ ഇനിയിപ്പോ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഉണ്ണിമോള് നിലകൊള്ളുന്നേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളെ കുറിച്ച് അറിയാലോ,
മാതാവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾ എന്തും ചെയ്യും. പക്ഷേങ്കിൽ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവൻ ആപത്താന്ന്. ഒരു പക്ഷേ മിത്രത്തിന്റെ ഉപദേശമാണോ അതോ മാതാവിനോടുള്ള സ്നേഹമാണോ നമുക്ക് കണ്ടറിയാന്ന് പറയാണ്. ഇത് കണ്ട് കേട്ട് കഴിഞ്ഞപ്പത്തിന് വനമാലി പറഞ്ഞു അത് ശരിയാന്ന് പറയാണ്. അങ്ങനെ അവർ നോക്കി നിൽക്കുകയാണ്. ഈ സമയം ഉണ്ണിമോളോട് വീണ്ടും കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് അനസൂയ. പക്ഷെ ഇത് കൊടുക്കാണ്ട് തയ്യാറായില്ല. അവസാനം ഉണ്ണിമോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, പൊന്നല്ലേ വേണ്ടത്, മുത്തശ്ശിയുടെ കയ്യിലൊരു മോതിരമുണ്ട്, അത് ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാന്ന് പറയണം. അനസൂയക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉണ്ണിമോള് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് പുറയിൽ അവിടെ അനസൂയയുടെ കൂട്ടുകാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവളിതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ അന്നെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇവളീ മോതിരം കൊടുക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും അടുത്തൊരു ട്രിക്ക് ഇറക്കിയാൽ മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ ഈ മോതിരം കൈക്കലാക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് അവൾ എന്ത് ചെയ്യുവാണ്, അനസൂയയുടെ അടുത്തേക്ക് ഓടി വരുവാണ്. അനസൂയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് കൂട്ടുകാരിയുടെ. അത് പിന്നെ എൻ്റെ ഭർത്താവ് ഗോപിയേട്ടന് വല്ലാത്ത ഒരിതായി അസുഖം ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. പെട്ടെന്ന് വയ്യായികയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. നിന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് നിന്നെ ഇവിടെ വെച്ച് കണ്ടേന്ന് പറയാണ്. അതിപ്പോൾ കാര്യം പറ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ പണമില്ല, നീ കുറച്ച് പണം തന്നെ എന്നെ സഹായിക്കണമെന്ന് പറയാണ്. ഇത് കേട്ട ഒരു അമ്പരപ്പോട് കൂടിയിട്ട് അനസൂയ അവളെ നോക്കണം. പെട്ടെന്ന് അവൾ കണ്ണടിച്ച് കാണിച്ചു. ഇത് കണ്ടതും അനസൂയക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പെട്ടെന്ന് അനസൂയ പറഞ്ഞു എൻ്റെ ഈ പണമൊന്നും ഇരിപ്പില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ പറയരുത്, പണം വേണമെന്ന് നിർബന്ധമില്ല, സ്വർണ്ണം ആയാലും മതി. ഞാൻ പണയം വെച്ചിട്ട് ഞാൻ പൈസ എടുത്തിട്ട് ഗോപിയേട്ടനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചെടുത്ത് തന്നോളാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനസൂയ പറഞ്ഞു അയ്യോ സ്വർണ്ണമായിട്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലല്ലോ, സ്വർണ്ണമായിട്ട് എൻ്റെ കയ്യിൽ ഒരു സാധനം പോലും ഇല്ല, ആകെ പഴയ താലിമാല മാത്രമേ ഉള്ളൂ. അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയണം. ഈ സമയത്താണ് ഉണ്ണിമോളുടെ വിരലിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കുന്നത്. ദേ മോളുടെ കൈ കിടക്കുന്ന ഈ മോതിരം സ്വർണ്ണമാണെന്ന് ചോദിക്കും. അത് പിന്നെ എനിക്കറിയില്ല, ഒരു കാര്യം ചെയ്യാം, മോൾ എനിക്ക് ഈ മോതിരം തരാവോ, ഞാൻ പണയം വെച്ചിട്ട് പൈസ എടുത്തിട്ട് അടുത്ത ദിവസം തിരിച്ചെടുത്ത് തരാമെന്ന് പറയാം. അയ്യോ ആൻറ്റി ഇത് പണയം വെക്കാൻ പറ്റില്ല, ഇതെന്റെ വിരലെ 100 ഗിരിദേവൻ പറഞ്ഞേക്കുന്നേ. അതൊന്നും കുഴപ്പമില്ല, ഇതേ ഈ മോതിരം എനിക്ക് ഊരിത്താ മോളെ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടല്ലേ. ഒരു പക്ഷേങ്കിൽ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഗോപിയേട്ടൻ മരിച്ചു പോകും. ഗോപിയേട്ടൻ മരിച്ച പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് മോൾ ഇതെനിക്ക് തരാൻ പറയാണ്. അവസാനം ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉണ്ണിമോളാണ് ആകെപ്പാടെ വെപ്രാളത്തിലായി. അവസാനം അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോളുടെ കാല് വേണം ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് കാലിലേക്ക് അങ്ങോട്ട് വീഴാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു വേണ്ട ആൻറ്റി, എൻ്റെ കാലിലൊന്നും പിടിക്കണ്ട, ഞാൻ ഊരി തരാന്ന് പറയണം. ഉണ്ണിമോൾക്ക് അറിയില്ലല്ലോ. ഉണ്ണിമോള് വെല്ലെന്ന് പതുക്കെ മോതിരം ഊരാൻ തുടങ്ങുകയാണ്. ഈ സമയത്തെല്ലാം പരദേവത ആ സർപ്പം അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട്. ഉണ്ണിമോൾക്ക് കാണാൻ പറ്റുന്നില്ല, അവിടെ സർപ്പം വന്ന് നിൽക്കുന്നുണ്ട്. മോതിരം കയ്യിൽ നിന്ന് പോയ ഉടനെ ഉണ്ണിമോളുടെ കാര്യത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാ വന്ന് നിൽക്കുന്നേ. ആ സമയം ഉണ്ണിമോൾ എന്ത് പതുക്കെ കൈ വിരലിൽ നിന്ന് മോതിരം അങ്ങോട്ട് ഊരുവാണ്. മോതിരം ഊരിയിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ദേ ആൻറ്റി എടുത്ത് തരണം കേട്ടോ എന്ന് പറയണം. ശരിയെന്ന് പറയണം. ദേ അനസൂയ നീ വരുന്നുണ്ടോ, ഞാൻ പോവാന്ന് പറയണം. അത് ശരി വയ്യല്ലോ, ഞാനും ഗോപിയേട്ടനെ കാണാൻ ഞാനും കൂടെ അവിടം വരെ വരാം. ഒരു കാര്യം ചെയ്യാം, ഉണ്ണിമോളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാൻ പറയാണ്. അങ്ങനെ ഉണ്ണിമോളോട് പറഞ്ഞിട്ട് അനസൂയ അവരോടൊപ്പം പോവാണ്. ഈ സമയം ഗിരിദേവനും വനമാലിയും കൂടെ സംസാരിക്കുകയാണ്. വനമാലി പറഞ്ഞു അങ്ങനെ അവസാനം ഉണ്ണിമോൾ ആ ദിവ്യാങ്കുലി ഊരി കൊടുത്തല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അതെ മാതാവ് പറഞ്ഞതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാളും കൂടുതലായിട്ട് അവളിപ്പോൾ ചെയ്തുകൊണ്ട് എന്താന്ന്, കാരണം ഒരു ആപത്ത് വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും, കൂടപ്പറപ്പിന്റെ ഒരു ആപത്ത് വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ സമയത്ത് അവൾ ആ മോതിരം ഊരി കൊടുത്തെ. അതുപോലെ തന്നെ അയ്യപ്പസ്വാമിനെ പോലെ തന്നെയാ ഭക്തയ്ക്ക് ഒരു ആപത്ത് വരുവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉണ്ണിമോള് ചെയ്തേ. കാരണം തനിക്ക് എന്ത് വിപത്ത് വന്നാലും കുഴപ്പമില്ല, ഒരു പക്ഷേങ്കിൽ ആ ചേച്ചിയുടെ ഭർത്താവിനൊന്നും സംഭവിക്കരുത് മാത്രമേ ഉണ്ണിമോള് കരുതിയിട്ടുള്ളൂ. അതാണ് ഉണ്ണിമോളുടെ ഇത്. കണ്ടോ, ഉണ്ണിമോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തേന്ന് പറയാം. ഒരു പക്ഷെ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഉണ്ണിമോള് മോതിരം ഊരി കൊടുത്തല്ലോ. അങ്ങനെ യമദേവൻ അവസാനം രക്ഷപ്പെട്ടു, അയാൾ ജയിച്ചു ഈ കളിയിൽ നിന്ന് പറയാണ്. ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ ഉണ്ണിമോൾ അവിടെ നിൽക്കുകയാണ്. ഉണ്ണിമോള് നിൽക്കുന്ന സമയത്ത് പരദേവത അവിടെ മാറി നിൽക്കുന്നുണ്ട്. ഉണ്ണിമോളെ ഇങ്ങനെ അവിടെ സർപ്പകാലങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും അനസൂയുടെ കൂട്ടുകാരി അങ്ങോട്ട് നടന്നു പോവാണ്. പിന്നീട് ഇച്ചിരി ദൂരം ചെന്നപ്പോൾ അനസൂയുടെ കൂട്ടുകാരി പറഞ്ഞു എന്നാ നിന്റെ മോതിരം, ദേ ഈ മോതിരം അവളുടെ കൈ കിടക്കുന്നുണ്ടല്ലോ, അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞേ എന്ന് ചോദിക്കണം. അത് ശരിയാ, ഇതിനെന്തോ പ്രത്യേകത ഉണ്ടെന്നൊക്കെ പറഞ്ഞു, ആർക്കറിയാം, ഞാൻ നോക്കിയിട്ടൊരു പ്രത്യേകതയും കാണുന്നില്ലെന്ന് പറയണം. പിന്നീട് അനസൂയുടെ കയ്യിലേക്ക് ആ മോതിരം കൂടെ വെച്ച് കൊടുക്കുക. അനസൂയ ആ മോതിരത്തിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ആ മോതിരത്തിൽ ഇങ്ങനെ പുകയുയർന്നു. പെട്ടെന്ന് അനസൂയുടെ കൈയും കൂടെ പൊള്ളാൻ തുടങ്ങി. അനസൂയ ആ മോതിരം താഴേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ മോതിരം അവിടെ വലിയൊരു തീ കത്തുവാണ്. പിന്നെ നോക്കിയപ്പോൾ ആ മോതിരം കാണാനില്ല, എതിലേ പോയെന്ന് അറിയുന്നില്ല. അപ്പൊ കൂട്ടുകാരി അയ്യോ മോതിരം കാണുന്നില്ലോ എന്ന് പറയാം. അത് പൊട്ടിത്തെറിച്ച് പോയെന്ന് തോന്നേ, ഇനി കുഴപ്പമില്ല, ഇനിയിപ്പോൾ അവളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ലല്ലോ എന്ന് അനസൂയ പറയാം.
പിന്നീട് അനസൂയ നേരെ കാവിലേക്ക് ചെല്ലുവാണ്, സർപ്പക്കാവിലേക്ക്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഉണ്ണിമോൾ അവിടെ നിൽക്കുന്നുണ്ട്. അനസൂയ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആ സർപ്പം ഇങ്ങനെ തല പൊക്കി ഇങ്ങനെ നോക്കുക. പിന്നീട് പതുക്കെ അഴിഞ്ഞ് അങ്ങോട്ട് പോവാണത്. അത് ഉണ്ണിമോളെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് പോവാ. ഇപ്പൊ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അത് എന്ന് ഉണ്ണിമോളെ കൊത്തുവോ അതോ ഇനിയിപ്പോൾ അതിനു മുമ്പ് ഗിരിദേവനും വനമാലിയൊക്കെ എന്തേലും ചെയ്യുമോ എന്നറിയത്തില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.